നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പിള്ളിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 2 ആദിവാസികൾ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു. നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അതിരപ്പിള്ളിയിൽ ബുധനാഴ്ച ജനകീയ ഹർത്താൽ. ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സഹോദരങ്ങളായ 2 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. PKS കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. അതിരപ്പിള്ളി വാഴച്ചാലിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസികൾ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു. വാഴച്ചാൽ കാടർ ഉന്നതിയിലെ അംബിക 30 വയസ്സ്, സതീഷ് 34 വയസ്സ് എന്നിവരാണ് മരിച്ചത്. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിനു സമീപം വനത്തിലാണ് സംഭവം. സതീഷിന്റെ ബന്ധുവാണ് അംബിക. സതീഷിന്റെ മൃതദേഹം പാറപ്പുറത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലും അംബികയുടെ മൃതദേഹം പുഴയിലുമാണ് കണ്ടെത്തിയത്. അംബികയും ഭർത്താവ് രവിയും സതീഷും ഭാര്യ രമയും വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു. മൃതദേഹങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് അംബികയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അതിരപ്പിള്ളി പോലീസും വനം വകുപ്പും തുടർ നടപടികൾ സ്വീകരിച്ചു. നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അതിരപ്പിള്ളിയിൽ ബുധനാഴ്ച ജനകീയ ഹർത്താൽ. അതിരപ്പള്ളി നാളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അതിരപ്പള്ളി ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കാട്ടാന ആക്രമണത്തിന് സ്ഥിര പരിഹാരം ആവശ്യമാണെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കി. ഹർത്താലിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 2 ആദിവാസികൾ കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വാഴച്ചാൽ കാടർ ഉന്നതിയിലെ സതീഷും അംബികയുമാണ് കൊല്ലപ്പെട്ടത്. തേൻ ശേഖരിക്കാൻ കാട്ടിൽ പോയ സംഘം കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽപ്പെടുകയായിരുന്നു. ഒരാഴ്ച മുൻപാണ് സതീശൻ, ഭാര്യ രമ, രമയുടെ ചേച്ചി അംബിക, ഭർത്താവ് രവി എന്നിവർ തേൻ ശേഖരിക്കാൻ കാട്ടിൽ പോയത്. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്ത് വനത്തിൽ വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു ഇവർ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആക്രമണം ഉണ്ടായത്. കാട്ടാനക്കൂട്ടം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് വിവരം. കാട്ടാന ആക്രമിക്കാനെത്തിയപ്പോൾ 4 പേരും ചിതറിയോടി. അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്നും സതീഷിൻ്റേത് പാറപ്പുറത്തു നിന്നുമാണ് കണ്ടെത്തിയത്. സതീഷിനെ കാട്ടാന തുമ്പിക്കൈകൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പുഴയിൽ ചാടിയ രമയും രവിയും സുരക്ഷിതരാണ്. മതപ്പാടിലുള്ള മഞ്ഞക്കൊമ്പൻ എന്ന ആനയാണ് ആക്രമിച്ചതെന്നാണ് വിവരം. അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആദിവാസികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ കോൺഗ്രസ് പ്രതിഷേധം. തൃശൂർ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹവുമായി പോയ ആംബുലൻസ് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയായിരുന്നു. ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടഞ്ഞത്. ചാലക്കുടി MP ബെന്നി ബെഹനാൻ, കോൺഗ്രസ് നേതാക്കളായ ഷോൺ പെല്ലിശ്ശേരി, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആംബുലൻസ് തടഞ്ഞത്. അതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപയുടെ സർക്കാർ ധനസഹായം നൽകും. അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച അടിച്ചിൽത്തൊട്ടി മേഖലയിലെ തമ്പാന്റെ മകൻ സെബാസ്റ്റ്യൻ 20 വയസ്സ്, വാഴച്ചാൽ സ്വദേശികളായ അംബിക 30 വയസ്സ്, സതീഷ് 34 വയസ്സ് എന്നിവരുടെ ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ ഏപ്രിൽ 15 തന്നെ കൈമാറും. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ഫോറസ്റ്റ് വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുന്നതിന് സർക്കാരിന് ശുപാർശ നൽകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു.
മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ച ജില്ലാ ആശുപത്രി കളക്ടർ സന്ദർശിച്ചു. മരിച്ചവരുടെ ബന്ധുക്കളുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ സബ് കളക്ടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. സംഭവം നടന്ന ഉടൻ തന്നെ ജില്ലാ കളക്ടർ ഊരുമുപ്പത്തിയുമായി നേരിട്ട് സംസാരിച്ച് സ്ഥിതിഗതികൾ ആരാഞ്ഞിരുന്നു. ശനിയാഴ്ച ഈ പ്രദേശങ്ങൾ കളക്ടർ സന്ദർശിച്ചിരുന്നു. നാട്ടുകാരുടെ പരാതികൾ പരിശോധിക്കാൻ വനം വകുപ്പുമായി ചേർന്ന് യോഗം വിളിച്ചു ചേർക്കും. സ്ഥലത്ത് ട്രഞ്ച്, ഫെൻസിംഗ് എന്നിവയുടെ നിർമ്മാണം വേഗം നടപ്പിലാക്കുവാൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സർക്കാരിന്റെ പരിഗണനയിൽ വരേണ്ട വിഷയങ്ങൾ കാലതാമസം കൂടാതെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കളക്ടർ അറിയിച്ചു. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ അംബികേൻ്റെ ബോഡി ജനറൽ ഹോസ്പിറ്റലിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ നേരിട്ട് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ ബന്ധുക്കളായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരുമായിട്ട് ടച്ചിലുണ്ട്. നമ്മുടെ ഓഫീസേഴ്സ് എല്ലാവരും അവരുടെ കൂടെ തന്നെ ഉണ്ട്. ചാലക്കുടി വേളൂക്കരയിലെ വിക്ടോറിയ ബാറിൽ വെച്ച് ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സഹോദരങ്ങളായ 2 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. പരിയാരം കുറ്റിക്കാട് ദേശവാസികളായ കോട്ടയ്ക്ക വീട്ടിൽ 30 വയസ്സുള്ള ലിജോ, 28 വയസ്സുള്ള ലിൻഡോ എന്നിവരെയാണ് പിടികൂടിയത്. ഞായറാഴ്ച വൈകിട്ട് 5:30 സംഭവം. ബാറിലെ ജീവനക്കാരനായ കോട്ടയം സ്വദേശി വെള്ളാവൂർ കരിമ്പനിൽ വീട്ടിൽ ജയകുമാറിനെ മദ്യപിച്ചുകൊണ്ടിരുന്ന ടേബിളിലേക്ക് ടച്ചിങ്സ് കൊണ്ടുകൊടുക്കാത്ത കാരണം പറഞ്ഞ് അടിക്കുകയും വെള്ളം നിറഞ്ഞ ജഗ് കൊണ്ട് തലയിൽ അടിക്കുകയും തുടർന്ന് മദ്യക്കുപ്പികളും സോഡക്കുപ്പികളും ബാറിന്റെ മുൻവശം ഗ്ലാസും തല്ലി തകർത്തതിൽ 80,000 രൂപയുടെ നഷ്ടം വരുത്തിയ കേസിലാണ് ഇരുവരെയും പിടികൂടിയത്. ലിൻഡോയ്ക്കെതിരെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസും നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, സിജുമോൻ, ജോപ്പി ജോസ്, ASI ജിബി, സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻസൺ പൗലോസ്, സോനു, അരുൺകുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. PKS കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PV മണി അധ്യക്ഷത വഹിച്ചു. PK കൃഷ്ണൻകുട്ടി, PC സുബ്രൻ, AA ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു. സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാതെ തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണ രീതിയിൽ വെടിക്കെട്ട് നടത്തുന്നതിൽ പ്രയാസമില്ല. വെടിമരുന്ന് സൂക്ഷിക്കുന്ന അറ ശൂന്യമാക്കി വയ്ക്കണമെന്ന പൊതു നിബന്ധന പാലിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം പൂരത്തിന് വെടിക്കെട്ട് നടത്തുക. പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിന് ഉണ്ടാകുമെന്നും നിയമോപദേശം സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി K രാജൻ പറഞ്ഞു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തി എല്ലാവർക്കും വെടിക്കെട്ട് ആസ്വദിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. നിയമപരമായി നിന്നുകൊണ്ട് തന്നെ പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ട നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നുണ്ടെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദുവും പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രിമാർക്കൊപ്പം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും പങ്കെടുത്തു. നമ്മുടെ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും നന്നായി നടന്നു വരികയാണ്. എല്ലാവരുടെയും നല്ല പങ്കാളിത്തത്തോടുകൂടി പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കുറവില്ലാത്ത വിധം മുന്നോട്ട് പോകാൻ തന്നെയാണ് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മാർച്ച് 1-ാം തീയതി പൂരവുമായി ബന്ധപ്പെട്ട ആദ്യ യോഗം നടത്തി. കേന്ദ്രമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും എല്ലാം പങ്കെടുത്തുകൊണ്ട് തന്നെ ആദ്യത്തെ യോഗം നടക്കുകയുണ്ടായി. രണ്ടാമത്തെ യോഗം നേരിട്ട് ഫിസിക്കലായി ഇവിടെ വെച്ച് ഞങ്ങളുടെ മന്ത്രിമാരും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എല്ലാ വകുപ്പ് മേധാവികളും കൂടി ആ യോഗം നടത്തി. തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഓരോ വകുപ്പുകളുമായി നടത്തേണ്ട പ്രത്യേകം വിഷയങ്ങളിൽ നല്ല ആലോചന നടത്തി. പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കോടനാട് സ്വദേശിയായ കണ്ണിമേലാത്ത് വീട്ടിൽ 22 വയസ്സുള്ള സിദ്ധാർത്ഥ്, രായമംഗലം പുല്ലുവഴി സ്വദേശിയായ പൂണേനിൽ 19 വയസ്സുള്ള ജൂഡ്, കോടനാട് സ്വദേശിയായ കണ്ണിമേലാത്ത് വീട്ടിൽ 18 വയസ്സുള്ള ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത്. 13-ന് പുലർച്ചെ 1:30 സംഭവം. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രാക്കിലെത്തിയ പ്രതികൾ യാതൊരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 5 ട്രാക്കുകളിലെ ബൂം ബാരിയറുകൾക്ക് നാശം വരുത്തിയിട്ടുണ്ട്. ജാക്കി ലിവർ, വീൽ സ്പാനർ എന്നിവ ഉപയോഗിച്ച് ജീവനക്കാരെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പോലീസ് സംഭവസ്ഥലത്ത് എത്തിയത്. പോലീസിനെ കണ്ടതോടെ പ്രതികൾ കാറിൽ കടന്നുകളഞ്ഞു. ടോൾ ജീവനക്കാരൻ്റെ പരാതിയിലാണ് അറസ്റ്റ്. പുതുക്കാട് പോലീസ് SIമാരായ N പ്രദീപ്, റോയ് പൗലോസ്,
ASI ആൻറ്റോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷെഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പെരുമ്പാവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. മാളക്കുഴൂരിൽ കൊലപാതകത്തിനിരയായ 6 വയസ്സുകാരൻ ഏബലിന്റെ വീട്ടിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശനം നടത്തി. പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്നത് ഉറപ്പാക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. വളരെ ദുഃഖകരമായ അനുഭവങ്ങളാണ് കുടുംബത്തിനുണ്ടായത്. 6 വയസ്സുള്ള പിഞ്ചു മകനാണ് ദാരുണമായ നിലയിൽ നഷ്ടപ്പെട്ടു പോയത്. പോലീസ് കൃത്യമായി ഇടപെടുകയും പ്രതിയെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബത്തിന്റെ ദുഃഖത്തിൽ മന്ത്രി പങ്കുചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്ററും ജനപ്രതിനിധികളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണ് കുടുംബത്തിനുണ്ടായത്. 6 വയസ്സുള്ള ഒരു പിഞ്ചു മകനാണ് വളരെയധികം ദാരുണമായ നിലയിൽ നഷ്ടപ്പെട്ടു പോയത്. കുട്ടിയുടെ അമ്മയും സഹോദരങ്ങളും ഒക്കെ അതിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടുപോന്നിട്ടില്ല. പോലീസ് കൃത്യമായ നിലയിൽ ഇടപെടുകയും കുറ്റം ചെയ്ത പ്രതിയെ പിടികൂടുകയും പ്രതി കുറ്റം സമ്മതിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കാണുകയുണ്ടായി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പിള്ളിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 2 ആദിവാസികൾ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു. നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അതിരപ്പിള്ളിയിൽ ബുധനാഴ്ച ജനകീയ ഹർത്താൽ. ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സഹോദരങ്ങളായ 2 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ കുറുകെയിട്ട് ഗതാഗത തടസ്സവും സംഘർഷവും സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. PKS കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.